Hello everyone, welcome to SR's World. In the second day of Mysore trip in the video ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Hope you will enjoy. ഇന്ന് ആദ്യം പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കറാച്ചി നേച്ചർ പാർക്കിലോട്ടാണ്. അപ്പോൾ ഒരു 9:30ക്ക് തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. മോളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, ഇപ്പോൾ മൺസൂൺ ക്ലൈമറ്റാണ്. അപ്പോൾ ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ പോകാൻ നോക്കുക. അവിടെ കയറാൻ വേണ്ടി എൻട്രൻസ് ഫീസ് ഉണ്ട്. പിന്നെ അവിടെ കയറി വെക്കുമ്പോൾ തന്നെ ആദ്യം കണ്ടത് കാളവണ്ടിയായിരുന്നു. അങ്ങനെ ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്തിട്ടുള്ളതാണ്, ഒരു വീഡിയോ ആണ്. എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. കാർ പാർക്കിങ്ങിന് എക്സ്ട്രാ ഫീസും ഉണ്ട്. പിന്നെ വേറൊരു സ്പോട്ടാണ്, ലേക്ക് ഏരിയ ആണ്. അവിടെ പെഡൽ ബോട്ടുണ്ട്, അഡീഷണൽ ഫീ അതിനും ഉണ്ട് കേട്ടോ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടൈം പറഞ്ഞത് 15 മിനിറ്റാണ്. ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട് ഞങ്ങളും അങ്ങനെ കയറിയിട്ടുണ്ട്. ചെറിയ മക്കളുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, അവർ നന്നായി കെയർ ചെയ്യണമല്ലോ. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ആരെങ്കിലും അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ക്ലൈമറ്റ്. ഇനി അടുത്ത സ്പോട്ടാണ് ബേർഡ് സെഞ്ച്വറി ഏരിയ. ഈ കാണുന്നതാണ് എൻട്രൻസ്. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ ഞങ്ങൾ ആദ്യം കണ്ടത് മയിലിനായിരുന്നു. ഏറ്റവും കൂടുതൽ കൗതുകം തോന്നുന്നത് മയിലിന് തന്നെയാണല്ലോ. പിന്നെ വേറെയും കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബോട്ട്സൊക്കെ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. അവിടുത്തെ വ്യൂസ് അടിപൊളിയാണ്. എത്ര ബേർഡ്സിനെ കണ്ടാലും നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നതെന്ന് പറഞ്ഞാൽ പീക്കോക്ക് തന്നെയാണ്. എപ്പോഴും അട്രാക്റ്റീവ് വൺ പീക്കോക്ക് തന്നെയാണ്. പീക്കോക്കിനെ കണ്ടുമ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരൊക്കെ കരയിച്ചൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവളും അവരെ കൂടെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കലായിരുന്നു. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പ്ലേസ്. എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുക. വേറെയും കുറേ ബേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടാൽ അത് ലെങ്തി ആവും. അത് വിചാരിച്ച് ഷോർട്ടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അവിടെ കാണാൻ പറ്റിയ വേറൊരു സ്പോട്ടാണ് വ്യൂ പോയിൻ്റ്. കുറച്ച് നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറിയാലാണ് നമുക്ക് ഈ വ്യൂ പോയിൻ്റ് കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ കയറുന്ന ടൈമിൽ ചെറുതായിട്ടൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ് ഈ ഒരു ക്ലൈമറ്റ്. പിന്നെ കഷ്ടപ്പെട്ട് കയറുന്നതിൻ്റെ ഭംഗി നമുക്ക് മുകളിൽ കയറി ആസ്വദിക്കാൻ പറ്റും എന്തായാലും. പിന്നെ ഞങ്ങൾക്ക് വേറെയും കുറേ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് വേഗം അവിടുന്ന് ഇറങ്ങേണ്ടി വന്ന്. ഇനി ഞങ്ങൾ കാണാൻ പോയ വേറെ സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായിട്ട് വേറെ വീഡിയോയുമായി ഞങ്ങൾ വരാം. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ. കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.